Ready? Are you ready? Your time starts now. മാനസത്തിന് നമസ്കാരം. കൂട്ടുകാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാത്തെ ദൈവം പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടുള്ളൂ. ഒരു ദിവസം ദൈവം അബ്രഹാത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവം അബ്രഹാത്തോട് എന്ത് പറഞ്ഞറിയാം? അബ്രഹാത്തെ ഏക മകനുള്ള ഇസാക്ക്, ആ ഇസാക്കിനെ ബലി കഴിപ്പിക്കണമെന്ന്, ദഹനബലി കഴിപ്പിക്കണമെന്നാണ് ദൈവം അബ്രഹാത്തെ പറഞ്ഞു. ദഹനബലി വെച്ചാൽ എന്താ നിങ്ങൾക്കറിയാം? കല്ലൊക്കെ മൂടി വെച്ചൊരു തരയുണ്ടാക്കി അതിന്റെ മുകളിൽ വിറകൊക്കെ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ ആനനെ കെട്ടി തീ കൊളുത്തിയ ദൈവം ഭൂമിയിലേക്ക് വരുന്ന മുമ്പിൽ ആൾക്കാർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ബലി എന്ന് പറയാം. എന്നാൽ ദൈവം അബ്രഹാത്തോട് പറഞ്ഞ ആട്ടിക്കുട്ടിയെ ബലി കഴിപ്പിക്കണമല്ല, ഇസ്ഹാക്കിനെ ബലി കഴിപ്പിക്കണം. അപ്പോൾ ദൈവം അബ്രഹാത്തെ പറയുന്ന കൂടി ചെയ്യാൻ തീരുമാനിച്ചു. കാര്യവും മകൻ ഇസ്ഹാക്കിനെ കൂട്ടി ബലിക്കുള്ള കത്തിയും പരിഗണിച്ച് മോര്യ ദേശത്തേക്ക് പുറപ്പെട്ടു. 3-ാം നാൾ അവിടെ എത്തിയപ്പോൾ അബ്രഹാം വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കരുതയുമായി ഇരിക്കുക, ഞാൻ ഇസ്ഹാക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വരാം. അവർ മുന്നോട്ട് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇസ്ഹാക്ക് അപ്പനെ വിളിച്ചു. അപ്പാ അപ്പാ, എന്താ മകനെ? അബ്രഹാം വിളി കേട്ടു. ബലിക്കുള്ള കത്തിയും വരണ്ടല്ലോ, പക്ഷെ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാം പറഞ്ഞു, ദഹനബലിക്കുള്ള കുഞ്ഞാട് ദൈവം തന്നെ തരും. അവർ മുന്നോട്ട് നടന്നു. ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അബ്രഹാം കല്ലൊക്കെ കൂട്ടി വെച്ച് തരയുണ്ടാക്കി അതിന്റെ മുകളിൽ വിറകൊക്കെ അടുക്കി വെച്ച് അതിന്റെ മുകളിൽ ഇസ്ഹാക്കിനെ ബന്ധിച്ചു. പാവി ഇസ്ഹാക്കിന് മനസ്സിലായി, ആടിക്കുട്ടി ബലി കഴിപ്പിക്കുമല്ല, എന്നെ തന്നെ ബലി കഴിപ്പിക്കാൻ പോകുന്നത്. അബ്രഹാം ബലിക്കുള്ള കത്തിയെടുത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അബ്രഹാത്തെ വിളിച്ചു. അബ്രഹാം അബ്രഹാം, നീ സാമ്യയിൽ കൈവെക്കാണ്. നീ എന്റെ ദൈവത്തോട് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. കാരണം നീ എന്റെ മകൾ ഇസ്ഹാക്കിനെ ബലി കഴിപ്പിക്കാൻ മണി കാണിച്ചില്ല. പെട്ടെന്ന് ഒരു ആടിക്കുട്ടിയുടെ ശബ്ദം കേട്ടു. അബ്രഹാത്തെ നോക്കി ചെടിയിൽ ഒഴുകി കിടക്കുന്ന ഒരു മുട്ടാന്റെ കണ്ടു. അബ്രഹാം പെട്ടെന്ന് ഇസ്ഹാക്കിനെ കെട്ടടിച്ച് താഴേക്ക് കെട്ടിപ്പിടിച്ച് പകരം ആ മുട്ടാന്റെ ദൈവത്തിന്റെ ബലി കഴിച്ചു. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അപ്പോഴെല്ലാം നമ്മുടെ വിശ്വാസികൾ പിതാവ് അബ്രഹാത്തിൽ കൂടി വാക്കിലും പ്രവൃത്തിയിലും അടിയുറച്ച വിശ്വാസം